ാണ് നജ്മുദ്ദീൻ ഈ എന്ന ആൾ നമ്മുടെ ഒപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നജ്മുദ്ദീൻ, താങ്കൾ ശ്രീനഗറിൽ സ്ഥിരം ഉള്ള ഒരാളാണോ? എന്താണ് സംഭവിച്ചത് എന്നാണ് അവിടുന്ന് അറിയാൻ കഴിയുന്നത്. ഏറ്റവും ഭീകരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ സാഹചര്യമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധമായിരുന്നു നമ്മൾ വിറങ്ങലിച്ച് നിന്നുപോയത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും. ഞാൻ തിരുവനന്തപുരം വിദ്യാഭ്യാസ വകുപ്പ് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. കൊല്ലത്താണ് താമസം. ഞങ്ങള് ഈ ഫോർച്യൂൺ ഗ്രൂപ്പിന്റെ വിനോദയാത്രാ സംഘത്തോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. അവിടെ ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 4 കിലോമീറ്ററിന് തൊട്ട് താഴെയുള്ള മഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത് ബാക്കിയുള്ളവരെല്ലാം താഴ്വരയിൽ. അപ്പൊ കുറച്ചുപേര് മേളിലേക്ക് പോകാൻ കുതിരയുമായി ബന്ധപ്പെട്ട് കുതിരസവാരിക്ക് ഈ സംഭവം നടന്ന സ്ഥലത്ത് കുതിരസവാരിയിൽ എത്താൻ കഴിയൂ. ആ കുതിരസവാരിയിലേക്ക് എത്താൻ വേണ്ടി കുറച്ചുപേര് തയ്യാറെടുക്കുകയായിരുന്നു. കുറച്ചുപേര് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അവിടുത്തെ ലോക്കൽ ഡ്രൈവേഴ്സ് അടക്കം ഓടി വരികയും പെട്ടെന്ന് വണ്ടി കയറാൻ ആവശ്യപ്പെട്ടു. ഉണ്ടായിരുന്ന പോലീസും മറ്റ് ആംഡ് ഫോഴ്സിലുള്ള ആളുകൾ പെട്ടെന്ന് വണ്ടി കയറാൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ പെട്ടെന്ന് വണ്ടി കയറി തിരിച്ചു വരും. അവിടെ വണ്ടി എന്ന് പറയാൻ സാധാരണ വലിയ വണ്ടി പോകുന്ന സ്ഥലമല്ല, ലോക്കൽ ടാക്സികൾ മാത്രമാണ് അങ്ങോട്ട് കടത്തിവിടുന്നത്. ആ ലോക്കൽ ടാക്സിയിൽ കയറി വരുന്ന വഴിയിലേക്ക് നമ്മുടെ പട്ടാള വണ്ടികളും പോലീസ് വണ്ടികളും മറ്റ് പാരാമിലിറ്ററി, BSF, സീമാബൽ തുടങ്ങിയ എല്ലാ ആംഡ് ഫോഴ്സിന്റെ വണ്ടിയും ആംബുലൻസുകളും ചീറി അങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് ആളുകളെല്ലാം വിറങ്ങലിച്ചു. പക്ഷേ നമ്മുടെ റൂമിലേക്ക്, ശ്രീനഗറിലേക്ക് അവർ സേഫായി എത്തിക്കുന്ന പല സ്ഥലങ്ങളിലും എല്ലാം ഒരുപാട് ദൂരം നമുക്ക് വഴിയിൽ കിടക്കേണ്ടി വന്നു. കുട്ടികളും അടക്കം ഏകദേശം 30ഓളം പേരടങ്ങുന്ന ടീമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഇന്നലെയൊക്കെ വളരെ ഒരു ഭയാശങ്കകളോടെയാണ് നമ്മൾ നിന്നത്. ഇന്ന് തിരിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റിൽ 11 മണിക്കുള്ള യാത്രയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഹർത്താലായത് കാരണം നമ്മുടെ ടൂർ ഓപ്പറേറ്റിംഗ് ടീമിന്റെ ഗൈഡ് ഇവിടുന്ന് വളരെ ദൂരെയാണ്. അദ്ദേഹം നടന്നെത്തുമെന്ന് കരുതുന്നു. പക്ഷെ തിരിച്ചു പോകാൻ ഇന്നത്തെ ഫ്ലൈറ്റിൽ കഴിയുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കയും ചിലർക്കുണ്ട്. കുട്ടികളും അതേപോലെ ഉദ്യോഗസ്ഥരും ഒക്കെ ഈ ടീമിലുണ്ട്. വൃദ്ധരുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ ഒരു ചെറിയ ആശങ്കകളും ഉണ്ട്. എങ്കിൽ പോലും വളരെ സുരക്ഷിതമാണ്. ഫോഴ്സ് വേണ്ട സപ്പോർട്ട്, പോലീസ് ഒക്കെ വേണ്ട സപ്പോർട്ടുകൾ തരുന്നുണ്ട്. അതെ നജ്മുദ്ദീൻ, ഇപ്പോൾ അവിടെ ഒരു സ്ഥിതി എന്താണ്? നിങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? കൂടെ ഒരുപാട് മലയാളികളുണ്ടോ? ഒരു 28 മലയാളികൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ശ്രീനഗറിന് ഏകദേശം 8 കിലോമീറ്ററിന് അടുത്തുള്ള എൻകോ ഹോട്ടലിലാണ്. റോഡുകൾ, ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള റോഡുകൾ വിജനമാണ്. ശരിക്കും ഫോഴ്സ് കവർ ചെയ്തിരിക്കുകയാണ് ഈ റോഡുകളെല്ലാം. പിന്നെ ഈ ഹർത്താലിന്റെ ഒരു പ്രതീതി നമ്മുടെ നാട്ടിലെ ഹർത്താൽ പോലെ അല്ല, വളരെ ശക്തമാണ്. ഫോഴ്സ് വളരെ നമ്മൾ ഒരു ആംഡ് ഫോഴ്സിന്റെ സെക്യൂരിറ്റി ശക്തമായി തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ നജ്മുദ്ദീൻ, ഈ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഒരുപാട് പേരുണ്ടോ? നാട്ടിലേക്ക് എത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? അല്ല, ഈ ഹർത്താലിന്റെ വിഷയം ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്ത്രീകൾ കുട്ടികളും ഉണ്ട്. നമ്മുടെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് 10ാം ക്ലാസ് മുതലും കൊച്ചു കുഞ്ഞുങ്ങളും മുകളിലോട്ടുള്ള കുട്ടികളും പെൺകുട്ടികളും ഒക്കെ ധാരാളം ഉണ്ട്. ആൺകുട്ടികളെക്കാൾ എനിക്ക് തോന്നി 30-ൽ ഒരു 20ഓളം പേർ പെൺകുട്ടികളും കുഞ്ഞുങ്ങളുമാണ്. അതെ, ഈ അധികൃതർ ഏതെങ്കിലും വിധത്തിൽ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അവരെന്താണ് പറയുന്നത്? സുരക്ഷിതമായ സ്ഥലത്താണ് എന്നുള്ളതിൽ ഉറപ്പുണ്ടല്ലോ? എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതൊക്കെ? സ്റ്റേ ചെയ്യുന്നത് അവിടുന്ന് ശ്രീനഗറിൽ നിന്നൊരു 8 കിലോമീറ്റർ അടുത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഫോഴ്സിലെ സൈനികരടക്കം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അവരെല്ലാം നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോളൂ എന്നുള്ള തരത്തിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്.
ഒരു പ്രശ്നവും ഇല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ തിരിച്ചെത്താൻ കഴിയുന്നതിനകത്താണ് നമുക്കൊരു ആശങ്കയുള്ളത്. ഇന്ന് തന്നെ തിരിച്ചെത്താൻ കഴിയുമോ എന്നുള്ളതിൽ ഒരു ആശങ്കയുണ്ട്. അതെ, നജ്മുദ്ദീൻ, ധൈര്യമായിരിക്കും. നമ്മൾ എല്ലാവരും വളരെ ആശ്വാസത്തോടു കൂടിയാണ് താങ്കളുടെ വാക്കുകൾ കേൾക്കുന്നത്. സുരക്ഷിതരായിരിക്കുക എന്നത് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. വളരെ ധൈര്യമായിരിക്കുക. ഇന്നലെ ആ സംഭവം നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. വിനോദസഞ്ചാരികൾ 1500ഓളം പേരുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് നാഷണൽ മീഡിയ ഒക്കെ തന്നിരുന്നത്. പല പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണല്ലോ. അതെ, എവിടെ തിരിഞ്ഞാലും നമുക്ക് കാശ്മീരി സംസാരിക്കുക, അതായത് ഹിന്ദിയോ ഇംഗ്ലീഷോ സംസാരിക്കേണ്ടി വരില്ലായിരുന്നു. കാര്യം മൊത്തം മലയാളികളായിരുന്നു ഞങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം. മലയാളികൾ. അപ്പോൾ ഈ സത്യത്തിൽ ഈ മൊത്തത്തിലുള്ള ഈ 27ഓളം പേരുള്ള മരണം, നമ്മുടെ സഹോദരങ്ങളുടെ മരണം ഞെട്ടിപ്പിക്കുന്നതാണ്, ദുഃഖകരമാണ്. എങ്കിൽ പോലും ഒരു മലയാളിയെ ഉള്ളൂ എന്നുള്ളത് നമ്മൾ വിശ്വസിക്കാനാവുന്നില്ല. കാര്യം എങ്ങും മലയാളികളായിരുന്നു. മൊത്തത്തോളം കേരളത്തിൽ നിന്ന് ശ്രീനഗറിനെ അല്ലെങ്കിൽ കാശ്മീരിനെ ഇഷ്ടപ്പെട്ട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. വലിയ ഒരു മലയാളിയെ സംബന്ധിച്ചും ഇവര് പ്രത്യേകിച്ച് കേരളക്കാരെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു സപ്പോർട്ടും ഒരു വാം വെൽക്കമാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മളെക്കാൾ ദുഃഖം ഈ മേഖലയിൽ ഈ ഡ്രൈവർ വളരെ വാചാലനായ ഒരാളായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. പുള്ളി ഇവിടുത്തെ ലോക്കൽ കക്ഷിയാണ്. പക്ഷേ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം പുള്ളി പെട്ടെന്ന് ഡെസ്പായി. അപ്പൊ നമ്മളെക്കാൾ ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ പലരും ഈ ഒരു ഭീകരതയെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വ്യക്തമാകുന്നതായിരുന്നു അവരുടെ പ്രതികരണങ്ങളെല്ലാം. കാര്യം അന്നത്തെ ഈ ടൂറിസം മേഖലയെ കൊണ്ട് ജീവിക്കുന്ന ആളുകൾ പെട്ടെന്ന് അവരുടെ വഴി മുടങ്ങുന്നു, അന്നം മുടങ്ങുന്നു എന്ന് തിരിച്ചറിയുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയാം. അവരത്രത്തോളം അപ്സെറ്റ് ആയിട്ടാണ് നമ്മളെ കൂടെ നിന്ന് കണ്ണുനീരിന് തുല്യമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പലരുടെ ഭാഗത്തു നിന്നുണ്ട്. പേടിക്കണ്ട, നിങ്ങളെ ഒട്ടും പേടിക്കേണ്ട, ഒരു പ്രശ്നവുമില്ല, അവിടെ മാത്രമാണെന്ന തരത്തില്ല ഒരു സഹോദര തുല്യമായ ഒരു സ്നേഹം അവർ ഈ ഞങ്ങളുടെ ഗ്രൂപ്പിനോട് മുഴുവൻ ആളുകളോടും സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യർ ഈ തീവ്രവാദ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ഇതില് വലിയ അമർഷവും ദുഃഖവും ഉള്ളവരാണെന്നാണ് നമ്മുടെ അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതെ, ഈ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ അവിടെ മഞ്ഞിലൊക്കെ കളിച്ചുകൊണ്ടിരുന്ന മനുഷ്യരാണ്, കുഞ്ഞുങ്ങളും ഒക്കെയുണ്ട്. പുതിയൊരു ജീവിതം തുടങ്ങിയ ആളുകൾ വരെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, ദമ്പതികളായി എത്തിയവരും ഒക്കെ. അടുത്തല്ല, കുറച്ച് ദൂരെ ആദ്യം വെടിവെച്ച കേൾക്കുന്നു. അത് കഴിഞ്ഞ് അപ്പോഴും ഈ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും അങ്ങനെയാണ്. അവിടെ എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കുകയും കളിക്കുകയും ഒക്കെ ആയിരുന്നു. പെട്ടെന്ന് ആ അന്തരീക്ഷം മാറുകയായിരുന്നല്ലോ. അതെ, പെട്ടെന്ന് വളരെ സന്തോഷത്തിൽ ഈ ശരിക്കും നമ്മുടെ സ്വർഗമെന്ന് കണ്ട് നമ്മളെ മാതാപിതാക്കളടക്കം, വയസ്സരടക്കം, കുഞ്ഞുങ്ങളടക്കം, കപ്പിൾസ് അടക്കം വന്ന് വളരെ ഒരു ആശ്വാസത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി വന്നിട്ടുള്ളവരാണ്. പക്ഷെ പെട്ടെന്ന് ഈ യാത്രയുടേതടക്കം ആ ഒരു ടെമ്പോ നഷ്ടപ്പെടുകയും ഒരു ദുഃഖസമാനമായ അന്തരീക്ഷം തന്നെയാണ് കാശ്മീരിലാകെ ഉള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ യാത്രക്കാർക്കിടയിലും ഈ വിനോദസഞ്ചാരികൾക്കിടയിലും ഒക്കെ ഒരു ഭീതിയും ആശങ്കയുണ്ട്. ഇവിടെ മറ്റു പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. അതെ നജ്മുദ്ദീൻ, ഈ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് തൊട്ടടുത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ സുരക്ഷാ സേന ഉടനെ തന്നെ അവിടെ നിന്ന് നിങ്ങളെ എല്ലാവരെയും മാറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ സുരക്ഷയുടെ കാര്യത്തിൽ ഉള്ളൊരു സംവിധാനങ്ങൾ, ഇപ്പോൾ ഹർത്താലാണ് എന്ന് പറഞ്ഞു, അപ്പോൾ മറ്റു സുരക്ഷാ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് ഇന്ന് അവിടെ കാണാൻ കഴിയുന്നത്? സുരക്ഷയിൽ സൈന്യവും പോലീസും മറ്റ് പാരാമിലിറ്ററിയും ഒക്കെ ഉണ്ട്. അവരെ പെട്ടെന്ന് തന്നെ വണ്ടി കയറാൻ പറഞ്ഞു. അപ്പോൾ ഓരോ പോയിന്റ് തൊട്ടടുത്ത് ഞങ്ങൾ CRPF ക്യാമ്പിന്റെ അടുത്താണ് താമസിക്കുന്നത്. മാത്രമല്ല അവർ പെട്ടെന്ന് സാധ്യമായ എല്ലാ സുരക്ഷയും, അപ്പോൾ ഞങ്ങള് ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ റൂമിലേക്ക് എത്താൻ ഒരു 3-3.5-4 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടിയിരുന്നു. ആ യാത്ര ചെയ്യാൻ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പോലും അവർ അനുവദിച്ചില്ല. കാര്യം നമ്മുടെ സുരക്ഷയെ കരുതിയാണ്. അപ്പൊ സുരക്ഷയുടെ കാര്യത്തിൽ സൈന്യവും പോലീസും വളരെ ശക്തമായി തന്നെ നമ്മളെ കൂടെയുണ്ട്. അതിനകത്തൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇതാണ്, നമ്മൾ കുടുങ്ങിപ്പോകുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഉള്ളത്. സിറ്റിയിലാണ്, മറ്റു വിഷയങ്ങളൊന്നും ഇല്ല.
നജ്മുദ്ദീൻ, അങ്ങനെ ഭയപ്പെടാതിരിക്കുക. മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്, നോർക്ക വഴി വളരെ വേഗം എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒക്കെ സജീവമാക്കിയിട്ടുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും നിങ്ങൾ വരുന്നത്, സുരക്ഷിതരായി എത്തുന്നത് കാത്തിരിക്കുകയാണ്. ധൈര്യമായിരിക്കുക, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് നജ്മുദ്ദീൻ. ഓക്കെ, താങ്ക് യു. ശരി, നജ്മുദ്ദീൻ പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് ആണ്. ഡ്രൈവർ അത്രയും നേരം കളിച്ച് ചിരിച്ച് ഒപ്പമുണ്ടായിരുന്ന ആ ഡ്രൈവർ വളരെ പെട്ടെന്ന് മാറുന്നതും പേടിക്കുന്നതും കണ്ണുനീരിൻ്റെ ചുവയോടുകൂടി അവരോട് സംസാരിച്ചതും നജ്മുദ്ദീൻ പറയുകയായിരുന്നു. ആ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം ഈ കാലങ്ങൾ അത്രയും എങ്ങനെയാണ് എന്നുള്ളത്, അന്നം മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് മാറുന്നത് എങ്ങനെയാണ് എന്ന് ഭയപ്പാടോടുകൂടി കാണുമ്പോഴും ഈ വിനോദസഞ്ചാരികൾ പല നാടുകളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്ന്, പല ഭാഷ പറയുന്നവർ വന്നു പോകുമ്പോൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സാരമില്ല, കരയണ്ട, പേടിക്കണ്ട എന്ന് പറയുന്ന സാഹോദര്യത്തിൻ്റെ ഭംഗി നജ്മുദ്ദീൻ പറയുമ്പോൾ കേൾക്കുകയാണ്. എല്ലാവരും ഒരേപോലെ, ഭീകരവാദികൾക്ക് കൊന്നു തള്ളി എറിയാനുള്ളതല്ല മനുഷ്യരെന്ന തിരിച്ചറിവോടുകൂടിയാണ് ഈ വാർത്ത കേൾക്കേണ്ടി വരുന്നത്, പ്രേക്ഷകരോട് രാവിലെ പറയേണ്ടി വരുന്നത്. നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്, നമ്മുടെ സഹോദരങ്ങൾ സുരക്ഷിതരായി തിരിച്ചെത്തും എന്നത് ആഗ്രഹിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് അവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് സർക്കാർ എന്നത് ആശ്വാസകരമായ വാർത്തയാണ്. എല്ലാ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സംഭവം നടന്ന് അല്പം മിനിറ്റുകൾക്കകം തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. വളരെ വേഗം അവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്.